AVL സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് DMX കൺട്രോൾ വെച്ചിട്ട് നമുക്കൊരു LED പാർ എങ്ങനെ കളർ ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ 512 മിക്സർ. അപ്പോൾ നമുക്ക് സ്വിച്ചുകൾ പരിചയപ്പെടാം. സ്കാനേഴ്സ് 1 മുതൽ 12 വരെ ഉണ്ട്. അതുപോലെ സീൻസ് 1 മുതൽ 8 വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി പാർ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ പവർ ലൈറ്റ് നമുക്ക് നോക്കുമ്പോൾ ബാക്കിൽ കാണാം പവർ ഇന്ന്, പവർ ഔട്ട്, അതുപോലെ മെനു, അപ്പ്, ഡൗൺ, എൻ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾക്കിവിടെ പവർ എത്തിയിട്ടുണ്ട്. ഇത് DMX കൺട്രോളറിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഈ അഡാപ്റ്റർ വഴി നമുക്ക് DMXൻ്റെ ബാക്കിൽ നമുക്കത് കണക്ട് ചെയ്യാം. നമ്മൾ DMXന് കണക്ഷൻ കൊടുത്തു, അത് ഓണാക്കി. അപ്പോൾ മിക്സറിൽ ഇതേപോലെ LED കത്തുന്നത് നമുക്ക് കാണാം ഓണായതിൻ്റെ. ഇതാണ് DMXൻ്റെ ഔട്ട്പുട്ട്. ഇതിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് XLR വഴി എടുത്ത് നമുക്ക് ഈ പാർ ലൈറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യണം. നമുക്ക് ഇൻപുട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് കേബിളോടെ കിടക്കുന്നുണ്ട്. നമുക്ക് പാർ ലൈറ്റിൽ നിന്ന് നമുക്ക് മിക്സറിലേക്ക് കണക്ട് ചെയ്യാം. കൊടുത്തോ. XLR വഴി നമ്മൾ DMXലേക്ക് ഇൻപുട്ട് ചെയ്യണം. ഇനി നമ്മൾ ഒരു 6 പാർ ലൈറ്റ് നമ്മളിവിടെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 6 പാർ ലൈറ്റിലേക്ക് ഇതേപോലെ തന്നെ DMXൻ്റെ ഇൻപുട്ട് കൊടുക്കണം. അതുപോലെ AC കറണ്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതൊന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഓരോ പവർ ലൈറ്റിനും നമുക്ക് AC കൊടുക്കാനുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. അതുപോലെ തന്നെ DMXൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പവറിന് അത് ഇൻപുട്ട് വന്ന് കയറിയിട്ടുണ്ട് AC. ശേഷം നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പവറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. നമ്മൾ നെക്സ്റ്റ് പവറിലേക്ക് കണക്ട് ചെയ്തു ഇൻപുട്ട്. അടുത്ത പാറിൻ്റെ അതേ പാറിൻ്റെ തന്നെ ഔട്ട്പുട്ട് തൊട്ടപ്പുറത്തെ 3ാമത്തെ പാറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യാണ്. അപ്പോൾ ആ പാർ ലൈറ്റ് ഓണായി. അതുപോലെ തന്നെ അടുത്ത പാറിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഓരോ പാർ ലൈറ്റും ഓണായി വരുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ തന്നെ ഓരോ പാറിലേക്കും DMXൻ്റെ ഔട്ട്പുട്ട് ലിങ്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാറിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് 2ാമത്തെ പാറിൻ്റെ ഇൻപുട്ടിലേക്കാണ് പ്ലഗ് ചെയ്യണത്. 2ാമത്തെ പാറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് 3ാമത്തെ പാറിലേക്ക് പ്ലഗ് ചെയ്യാണ്. 3ാമത്തെ പാറിൽ നിന്ന് ഔട്ട്പുട്ട് എടുത്ത് 4ാമത്തെ പാറിലേക്ക് ഇൻപുട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ 6 പാറ് ഇൻപുട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യേണ്ടത് പ്രോഗ്രാം ചെയ്യലാണ്. അപ്പോൾ നമുക്കിതിനി പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ മെനുമ്പോൾ നമുക്ക് ഞെക്കാം. A001 ആണ് നമുക്ക് പ്രോഗ്രാം. A0015 ആണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് ഡൗൺ ചെയ്ത് A001ലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ പാറ് നമുക്ക് പ്രോഗ്രാമായി. ഇനി ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് സേവ് ചെയ്യാനായിട്ട് ഈ എൻ്റർ കൊടുക്കാം. അപ്പോൾ സേവ് എന്ന് അവിടെ എഴുതി കാണിക്കും. നിങ്ങൾക്ക് കാണാം സേവ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പാറ് സേവായി. അപ്പോൾ ഈ പാറ് നമ്മൾ DMXലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സേവ് ചെയ്തു. അടുത്ത പാറ് നമുക്ക് അതുപോലെ തന്നെ സേവ് ചെയ്യാം. A001 ആയി. ഇനി നമുക്ക് സേവ് ചെയ്യാം. 3ാമത്തെ പാറും നമുക്ക് അതുപോലെ തന്നെ A001ലേക്ക് ആക്കാം. സേവ് ചെയ്തു. 4ാമത്തെ പാറും നമുക്കതുപോലെ തന്നെ A001 ആക്കാം. സേവ് ചെയ്തു.
അഞ്ചാമത്തെ പാറ് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. S01 എൻ്റർ അടിച്ചു. ആറാമത്തെ പാറ് നമുക്ക് ഇതേപോലെ തന്നെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിങ്ങും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മിക്സറിലേക്ക് പോകാം. നേരെ മിക്സറിൽ വന്നിട്ട് സ്കാനർ സ്വിച്ചിൽ ഒന്നമർത്തി. അപ്പോൾ അവിടെ നമുക്ക് കാണാം ലൈറ്റ് ഓൺ ആയിക്കണത്. ഇനി നമ്മൾ സ്കാനറിൽ ഒന്നാമത്തെ ഫെയ്ഡർ പൊന്തിച്ച് വെച്ചു. ശേഷം നമ്മൾ രണ്ടാമത്തെ ഫെയ്ഡർ പൊന്തിച്ചാൽ നമുക്ക് അവിടെ കത്തുന്നത് കാണാം, റെഡ് ലൈറ്റ് കത്തുന്നത് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് താത്തിയിട്ട് നമുക്ക് രണ്ടാമത്തെ സ്വിച്ച് ഒന്ന് പൊന്തിച്ച് നോക്കാം, ഫെയ്ഡർ ഒന്ന് പൊന്തിച്ച് നോക്കാം. നമുക്ക് പച്ച ലൈറ്റ് കിട്ടി. ഇനി നമുക്ക് ആ പച്ച ഫെയ്ഡർ താത്തിയിട്ട് അടുത്ത ഫെയ്ഡർ പൊന്തിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ കിട്ടി. ഇനി നമുക്കതുപോലെ തന്നെ ആ 4 സ്വിച്ചും ഒരുമിച്ച് പൊക്കിയാൽ എന്താണ്ടാവുക നോക്കാം. 4 കൂടി ഒരുമിച്ച് പൊക്കിയപ്പോൾ നമുക്ക് വെള്ള ലൈറ്റ് കിട്ടി. ഇനി നമുക്ക് ഓരോ കളറും എങ്ങനെ ഫ്ലിക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ റെഡ് കളറ് പൊന്തിച്ച് ഫെയ്ഡർ പൊന്തിച്ചിട്ട് നമ്മൾ 5ാമത്തെ ഫെയ്ഡറാണ് നമുക്ക് ഫ്ലിക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കത് കാണാം, റെഡ് കളർ ഫ്ലിക്ക് ചെയ്യണത്. ഇനി അതുപോലെ തന്നെ നമുക്ക് റെഡിൻ്റെ ഫെയ്ഡർ താത്തിയിട്ട് നമുക്ക് അടുത്ത കളർ ഫ്ലിക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് ഫ്ലിക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ 2ാമത്തെ ഫെയ്ഡർ താത്തി, ഇനി 3ാമത്തെ ഫെയ്ഡർ അടുത്ത കളറ് നമ്മൾ പൊന്തിച്ചു. അപ്പോൾ പച്ച കത്തി, ഇനി അതൊന്ന് ഫ്ലിക്ക് ചെയ്യിപ്പിക്കാം. അതേപോലെ നമുക്ക് എല്ലാ കളറുകളും ഓരോ കളറ് നമുക്ക് ഫെയ്ഡർ പൊന്തിച്ചിട്ട് നമുക്ക് 5ാമത്തെ ഫെയ്ഡർ നമുക്ക് പൊന്തിച്ചാൽ നമുക്ക് ആ ഫ്ലിക്ക് ചെയ്യുന്നത് കാണാം. ഇനി നമുക്കിതിൽ നോക്കാനുള്ളത് എല്ലാ പാറും ഒരേപോലെ ഒരു ടൈമിൽ എല്ലാ കളറും മാറി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 6ഉം 7ഉം കൺട്രോളറാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മുടെ സ്പീഡ് കൺട്രോളറും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അത് എല്ലാ കളറും ഓട്ടോമാറ്റിക്കലി മാറി വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ സഹായിച്ചത് നമ്മുടെ അനിയൻ ആഷിക്ക്, പിന്നെ നമ്മുടെ സുഹൃത്ത് ഡെയിലി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ.